അല്ല എന്തെറ്റി ഒരു ആകെ ഒരു ഡള്ളായതുപോലെ? ഇപ്പം അറിയണ്ട, ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഏ ഓരോ പ്രശ്നങ്ങൾ. ഒരു കാര്യം ചെയ്യും, നമ്മൾ നല്ലൊരാളുണ്ട്, മൂപ്പരുടെ അടുത്തൊന്ന് പോയി നോക്കിയെങ്കിലേ ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മൂപ്പര് പറയൂ എന്താ പ്രശ്നം. ഞാനിപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പോയി നോക്കി, ഒരാളടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു കന്നിമൂലൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളടുത്ത് പോയി നോക്കി, പുള്ളി അറിയത് പൊരക്ക് കുത്താണ്, കക്കൂസാണ്. അങ്ങനെ അതും പൊളിച്ച് 2 എണ്ണം പൊളിച്ചേ. അങ്ങനെ അടുത്തെല്ലാം കൂടി സ്വസ്ഥത സമ്മാനം എല്ലായിട്ട് ഓള് പറഞ്ഞു അതായാലും അതൊന്നും നോക്കണ്ട, നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ ഒന്നുകൂടി പോയി നോക്കിയാണ്. പിന്നെ നമ്മൾ ആശാരിയും കണ്ട്, ആശാരി പറഞ്ഞത് കണക്കൊത്തിയില്ല, ആടുന്നും പൊളിച്ച്. അങ്ങനെ മൊത്തത്തിൽ ബാത്റൂം എത്ര പ്രാവശ്യം അങ്ങനെ പൊളിച്ചുണ്ടാക്കി? ഇപ്പൊ 4 എണ്ണം പൊളിച്ച്, ഇപ്പൊ അടുത്തവും പൊളിക്കണമെന്ന്. അതിനപ്പോ നല്ല പൈസ ചെലവുണ്ടാകും. അതാണ് ഒരു കാര്യം ചെയ്യാം, ഇതേ നല്ലൊരു പണിക്കരാ. മൂപ്പര് പിന്നെ അങ്ങനെ വെറുതെ പറയൂല, മൂപ്പര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. മൂപ്പരൊന്ന് കൊണ്ടുവന്നിട്ടേ ഒന്നുകിൽ മൂപ്പര് കൊണ്ടുവന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം മൂപ്പരടുത്ത് പോയിട്ട് മൂപ്പര് കണക്ക് നോക്കിയിട്ട് പറയൂ എന്താ പ്രശ്നം എന്നുള്ള. മൂപ്പര് കണക്ക് നോക്കിയിട്ട് മൂപ്പര് പറയൂ, ഒന്ന് പോയി നോക്കാം. അതിനോട് താല്പര്യം നീ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കാം. എന്നാ അറിയാലോ, എന്നാ വാ. അങ്ങനെ റെഡിയായി കിട്ടണേ. കുറച്ച് ദിവസമല്ലോ ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട്. എവിടെ ആയി പണിക്കരെ? പണ്ടത്തെ പോലൊന്നും ആർക്കും ഒരു വിശ്വാസമില്ല, ഒരു പണിയും നടക്കുന്നില്ല. ഉസ്താദേ, ഒരു 2 മാസം മുന്നേ ഞാനൊരാളാ ഉസ്താദിന്റെ അടുത്ത് കുട്ടിയില്ലല്ലോ. അല്ല, അതിന്റെ ഒന്നും ഇങ്ങോട്ട് കണ്ടില്ല. അതായത് പണിക്കരെ, നമ്മൾ ടൈൽസിന്റെ പണിക്കാരും തേപ്പിന്റെ പണിക്കാരും ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ പണിയില്ലാന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് വരുമ്പാണ് നമ്മൾ ഈ കന്നിമൂലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊണ്ട് പൊളിപ്പിക്കുന്നേ. ഓരോന്നോ ആ പൊളിപ്പിക്കുന്ന ഓർക്കൊരു പണി ആയിക്കോട്ടെ, ഓരോ പണിയും കഴിഞ്ഞ് പോവും, നമ്മക്കൊന്നും തരില്ല. അതുകൊണ്ട് അവിടെ എത്താത്ത. ഇങ്ങനെ പോയാലുണ്ടല്ലോ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്നു, വാതിലൊക്കെ തുറന്നിട്ടില്ല. നീ വിളിച്ചു നോക്കി. ഞാൻ കാണണ്ട. ഞാന് 2 മാസം മുമ്പ് ഓൻ്റെ ഒരു ബാത്റൂമായി കന്നിമൂലെന്നാണ് പൊളിപ്പിച്ച. നമ്മളെ 2 ആളുകളും ഇവിടെ കാണുന്നേ അത്ര ബുദ്ധിയല്ല. നമസ്കാരം. പിന്നെ പണിക്കാരെ, ഞങ്ങളെ ഇവന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കൊന്ന് പണിക്കരടുത്ത് വന്നൊന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താന്ന് വേണ്ടി വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിലേ. പ്രശ്നങ്ങളൊക്കെ ഞാൻ മുഖത്ത് കാണുന്നുണ്ട്. കുറച്ച് രൂക്ഷമുള്ള പ്രശ്നങ്ങളാണ്. പേര്? പ്രകാശൻ. നാള് മൂലം. അവിടെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വയസ്സെത്രയും? 40. അവിടെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ചെയ്യേണ്ടിയുണ്ട്. ചെറിയൊരു കർമ്മം ചെയ്യണം അവിടെ. അതിന് ഞാനൊന്ന് അവിടെ വരെ വരും. എന്താ? ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എന്താ വേണ്ടി വെച്ചാൽ നിങ്ങൾ വന്ന് ചെയ്താൽ മതി. ഏകദേശം നിങ്ങൾ എന്നായിരിക്കും വരിക? ഇപ്പം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അധികം വൈകാൻ പറ്റൂല. അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ തെളിയുന്നത്. സാറാക്കരുത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞങ്ങൾ അവിടെ വന്ന് നോക്കിയിട്ടേ എന്താ വേണ്ടവരൊക്കെ ചെയ്തു. എന്നാ ശരി. ഒരു കോളത്തിലേ
കുറെ നേരമായി വന്നിട്ട്. ആ ഞാൻ കുറച്ചു നേരമായി. അല്ലെങ്കിൽ എന്താ കാണണമെന്ന് പറഞ്ഞത്? പിന്നെ ഞാൻ നാളെ പോകും കേട്ടോ. അപ്പൊ ഗൾഫ് പോവാ? അല്ലേ, ഒരേ സ്ഥലമൊക്കെ വിറ്റ് താമസം മാറുക. ഒരേ സ്ഥലമൊക്കെ വിറ്റോ? അതെന്തിന്? അത് വിറ്റ് നമ്മൾ പണിക്കാരെടുത്തില്ലേ, ആ മൂപ്പര് നോക്കുമ്പോ ശരിക്കും അതാ കഞ്ഞില്ല. പടച്ചോനെ. അങ്ങനെ അതെല്ലാം പൊളിച്ച് മാറ്റാൻ വേണ്ടി ഞാൻ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെച്ചു. അത് വെച്ച് കഴിഞ്ഞ് ലോൺ എടുത്തെല്ലാം കൂടി ഇതാക്കിയാലോ ലോൺ അടിക്കാൻ വേണ്ടായി ഒരേ സ്ഥലം വെക്കേണ്ടത്. അത് വിറ്റ് ആ കടമായിട്ട് കൂടി നമ്മൾ ഇവിടുന്ന് പോവുക. കഞ്ഞിമോലല്ലാത്ത ഏതോ ഒരു സ്ഥലം കിട്ടാൻ നോക്കട്ടെ, അതേ ഇനി ശരിയാവും. ഞാൻ പോയി മോനെ.